നടുവിലെ പത്തായ മഗ്ഫിറത്തിന്റെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ റമളാനിന്റെ മധ്യഭാഗം അത് മഗ്ഫിറത്തിന്റെ പത്താണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളൊക്കെ ഒരുപാട് തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഈ തെറ്റ് ചെയ്യുന്ന ആളുകളെ പരിശുദ്ധരാക്കി അവന്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് റമളാനിന്റെ മധ്യഭാഗം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് മാത്രമുള്ളതല്ല മഗ്ഫിറത്ത്. റഹ്മത്ത് 10 ദിവസം കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ ദിക്ർ നിർത്തിവെക്കലല്ല, അതെപ്പോഴും ഉണ്ടാവും. പക്ഷെ ഒരു പ്രത്യേകമായ സമയം നമ്മുടെ ഇമാമികൾ നമുക്ക് കാണിച്ചു മാത്രം എന്നതുപോലെ പരിശുദ്ധമായ റമളാനിന്റെ മുഖ്യ ഭാഗമായ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ പ്രത്യേകമായിട്ട് ഒരു ഭാഗം, ഒരു മധ്യഭാഗം അത് നമുക്ക് നൽകിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, കുല്ലു ബനി ആദം ഖത്താഉൻ, മനുഷ്യന്മാരൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. ഖത്താ എന്ന് പറഞ്ഞാൽ ഉസ്താമാർക്ക് അറിയാം, തെറ്റ് ചെയ്യുന്നവരെന്നല്ല, വല്ലാതെ തെറ്റ് ചെയ്യുന്നവരെന്ന്. അങ്ങനെ തന്നെ റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ സാഹചര്യ മോശങ്ങളെ കൊണ്ട് ഒരുപാട് തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ റസൂൽ പറഞ്ഞ അടുത്ത വാക്ക് ഖൈറുൽ ഖത്താഈന അത്തവാബൂൻ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാപം ചെയ്യുന്ന ആൾക്കാരോ അവർ തൗബ ചെയ്യുന്ന മനുഷ്യന്മാരാണ്, അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ആളുകളാണ്. തെറ്റ് ചെയ്താൽ അതിൽ ഒരു ഖേദം പ്രകടിപ്പിച്ച് റബ്ബിലേക്ക് മടങ്ങുകയാണെങ്കിൽ ആ മനുഷ്യനെ തെറ്റ് ചെയ്യാതെ ജീവിക്കുന്ന ആളുകൾക്കാൾ അള്ളാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. വിജനമായ മരുഭൂമിയിലൂടെ ഒരു മനുഷ്യൻ ഒരു ഒട്ടകപ്പുറത്ത് തന്റെ സാധനങ്ങളും ഭക്ഷണങ്ങളും പാനീയങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുക. കണ്ണെത്താ ദൂരത്തുള്ള മരുഭൂമിയെ കുറിച്ച് പഴയ കഥകളിലൊക്കെ നമ്മൾ കേൾക്കുന്നത് പോലെ അകത്ത് ആരെങ്കിലും ഒരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അറ്റമില്ലാതെ പിന്നെ മരണം മാത്രമാണ് വിധി. അങ്ങനെ പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്പം വിശ്രമിക്കാൻ വേണ്ടി ഒട്ടകത്തിന്റെ തണലിൽ കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിച്ച മനുഷ്യനെ എണീറ്റ് നോക്കുമ്പോൾ തന്റെ വെള്ളവും ഭക്ഷണവും ആ ഒട്ടകവും ഒന്നിനെയും കാണാനില്ല. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, പ്രയാസമുണ്ട്. ആകെ അന്വേഷിച്ച്, കാരണം മരുഭൂമിയിൽ അകപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറെ അങ്ങോട്ട് നടക്കുക, കുറെ ഇങ്ങോട്ട് നടക്കുക എന്നല്ലാതെ പിന്നെ ഒരു അറ്റം കാണൂല. പിന്നെ മരണം വക്കിൽ കണ്ട് ആകെ അവശനായിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ കടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഉണ്ട് ആ ഒട്ടകം തന്നെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, ഒരു സന്തോഷം. അത് പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞാൽ മരണം മുമ്പിൽ കണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കയർ ലഭിക്കുന്നത് പോലെ ആ മനുഷ്യന് കിട്ടിയ സന്തോഷം ഉണ്ടല്ലോ, അതിനേക്കാൾ സന്തോഷമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയാൻ കാരണം സ്വഹാബികൾക്ക് അന്നത്തെ കാലത്ത് പരിചിതമാണ് ആ ഒരു സന്തോഷത്തിന്റെ നിമിഷം എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മരണത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മാർഗത്തിൽ നമുക്കുണ്ടാകുന്ന സന്തോഷം എത്രയോ ആ സന്തോഷത്തിനേക്കാൾ ഇരട്ടി സന്തോഷമാണ് നമ്മുടെ റബ്ബിനിക്ക്. എന്തിന്? നമ്മൾ തെറ്റ് ചെയ്ത് തൗബ ചെയ്ത് കഴിഞ്ഞാൽ, ഇസ്തിഗ്ഫാർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെയും പടച്ച റബ്ബ് കൈവിടില്ല. എത്ര തെറ്റ് ചെയ്തോട്ടെ, നമ്മളൊക്കെ നിരവധി തെറ്റ് ചെയ്യുന്ന ഒരാളുകളാണ്, ഒരാളെയും പടച്ച റബ്ബ് കൈവിടിയില്ല. പക്ഷേ റബ്ബിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാവും.